പ്രധാനപ്പെട്ട ആളുകളെ വധിച്ചിരിക്കുന്നു ആക്രമണത്തിലൂടെ എന്നുള്ളതാണ്. ഖമനേയിയുടെ ആയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ മകളെയും പേരക്കുട്ടിയെയും കൊലപ്പെടുത്തി അവർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സായികുമാറിലേക്ക് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക അവകാശവാദം ഉന്നയിക്കുമ്പോൾ പോലും ഇറാൻ അത് സ്ഥിരീകരിക്കുന്നില്ല. ഏറ്റവും പുതിയ ഇറാന്റെ അപ്ഡേറ്റ് അനുസരിച്ചും ഇറാന്റെ മാധ്യമങ്ങൾ നൽകുന്ന വിവരവും ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോഴും ഖമനേയിയെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ, അല്ലെങ്കിൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളൊന്നും തന്നെ ഇറാൻ നൽകുന്നില്ല സായികുമാർ ഈ ഘട്ടത്തിലും. തീർച്ചയായും വിനീത, ആയത്തുള്ള അലി ഖമൈനിയുടെ കുടുംബത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യം ഇപ്പോൾ ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഖമൈനിയുടെ മകളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മരുമകനടക്കം കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരം തകർന്ന് തരിപ്പണമാക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകളും പേരക്കുട്ടിയും ഒക്കെ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് നൽകുന്നത്. അപ്പോൾ ഇറാൻ തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നു. പക്ഷെ അപ്പോഴും ആയത്തുള്ള അലി ഖമൈനിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഇറാൻ നൽകുന്നില്ല. അദ്ദേഹം സുരക്ഷിതനായി തന്നെ ഉണ്ട് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. മസൂദ് പെഷസ്കിയാൻ ആകട്ടെ, ആയത്തുള്ള അലി ഖമൈനി ആകട്ടെ, ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ സൈനിക മേധാവികളോ അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, അവരെ തൊടാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. എന്തായാലും ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ളൊരു സ്ഥിരീകരണം ഇറാൻ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് വലിയൊരു തിരിച്ചടിക്കുള്ള മുന്നൊരുക്കം സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ആയത്തുള്ള അലി ഖമൈനി എന്ന് പറയുന്നത് അമേരിക്ക നിയന്ത്രിക്കുന്ന ലോകക്രമത്തിന്റെ ഭാഗമാകാതെ, അല്ലെങ്കിൽ അമേരിക്കയെ എന്നും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കീഴടങ്ങാതെ ഇറാനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഭരണാധികാരി കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആയത്തുള്ള അലി ഖമൈനിയോട് ഇത്രമാത്രം ഒരു പക എന്നുള്ളത്. അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ കൂട്ടുനിൽക്കാതെ അവർ നിന്ന് എതിർ ശബ്ദം ഉയർത്തിയ ഒരു ഭരണാധികാരി കൂടിയാണ്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ സ്വന്തം പോരാട്ടത്തിലൂടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കീഴടങ്ങാതെ സ്വന്തം പോരാട്ടത്തിലൂടെ വളർന്ന ഖമൈനി ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഒരു ഭരണാധികാരി കൂടിയാണ്. എന്തായാലും മധ്യേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ പ്രധാന ലക്ഷ്യമായിരുന്നു ആയത്തുള്ള അലി ഖമൈനി. കഴിഞ്ഞ എത്രയോ നാളുകളായി അദ്ദേഹത്തെ വധിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അമേരിക്കക്കെതിരെ വലിയൊരു പ്രോക്സി രാജ്യങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് വലിയൊരു പ്രതിരോധം അതിന് നേതൃത്വം കൊടുത്തത് ഇറാൻ തന്നെയാണ്. അതിന് മുന്നിൽ നിന്നത് ആയത്തുള്ള അലി ഖമൈനി തന്നെയാണ്. 86-കാരനായ അദ്ദേഹം ഒരു മത നേതാവ് കൂടിയാണ്, ഒരു മതപണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തെ ഒരു ആത്മീയ നേതാവായി കൂടിയാണ് ഇറാൻ ജനത കാണുന്നത്. അങ്ങനെയാണ് ആ ഒരു നേതൃത്വത്തിന് കീഴിലാണ് ഇറാൻ ഇത്രയും കാലം മുന്നോട്ട് പോയത്. അത് ഇല്ലാതാക്കണമെങ്കിൽ, ആ ഭരണകൂടത്തെ താഴെ ഇറക്കണമെങ്കിൽ ആയത്തുള്ള അലി ഖമൈനിയെ തന്നെ വധിക്കണം എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. ഡൊണാൾഡ് ട്രംപ് തന്നെ അത് പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 തവണ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് കാര്യങ്ങൾ പോയി, അതിനുശേഷം അത് തീരുമാനമാകാതെ പിരിഞ്ഞതിന് ശേഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആയത്തുള്ള അലി ഖമൈനിയെ വധിച്ചുകൊണ്ടായിരിക്കുമോ അത് എന്നുള്ളത് ലോകം ആശങ്കയോടുകൂടി ഉറ്റുനോക്കിയിരുന്നു. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ ലോകത്തോട് പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമൈനി ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ നേതാവ് എന്നാണ് ആയത്തുള്ള അലി ഖമൈനിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാൻ ഇത് അതുവരെ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ആയത്തുള്ള അലി ഖമൈനിയുടെ ഏറ്റവും ഉറ്റവരായ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായുള്ള വിവരം ഇപ്പോൾ ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ മഷാദിലാണ് 1939 ആയത്തുള്ള അലി ഖമൈനി ജനിക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവം നയിച്ച ആയത്തുള്ള റൂഹുള്ള ഖമൈനിയുടെ വിശ്വസ്തനായി അദ്ദേഹം വളരുകയായിരുന്നു. കഴിഞ്ഞ 35 വർഷമായി ഇറാന്റെ പരമോന്നത നേതാവായി അദ്ദേഹം ഇരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഒരു നേതാവായി ഖമൈനി മാറി. ഈ
പിന്നിട്ട 35 വർഷവും ഒരു ഘട്ടത്തിൽ പോലും അമേരിക്ക കീഴടങ്ങാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ആണവായുധങ്ങൾ ഇസ്ലാമിക നിയമപ്രകാരം നിഷിദ്ധമാണ് എന്ന് ഫത്വ പുറപ്പെടുവിച്ച ഖമൈനിക്ക് പക്ഷേ സ്വന്തം രാജ്യത്ത് ആണവ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മടിയൊന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ വലിയ ആണവ ശേഖരം അദ്ദേഹം കോപ്പുകൂട്ടുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് അത് ലോകത്തിനാകെ വിനാശകരമായ രീതിയിൽ അങ്ങനെയുള്ള ഒരു ആയുധ സമ്പത്ത് അവിടെ ഒരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക